സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച ഒരാൾ കൂടി മരിച്ചു. വയനാട് ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. നിലവിൽ 10 പേര് ഇപ്പോൾ ചികിത്സയിലുണ്ട്. നിഖിൽ പ്രമേഷ് കോഴിക്കോട് നിന്ന് ഈ വിവരം റിപ്പോർട്ട് ചെയ്യുന്നു. നിഖിൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണല്ലോ ഇത്. തീർച്ചയായും സ്കേൻ, വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഈ തിരുവോണ ദിനത്തിന് തൊട്ടു പിന്നാലെ പുറത്തു വരുന്നത്. സത്യത്തിൽ ഇദ്ദേഹം മരിച്ചത് ഇന്നലെ അർദ്ധരാത്രിയാണ്. ഇതോടുകൂടി കഴിഞ്ഞ ഒരു ആഴ്ചക്കിടെ 3 പേരുടെ മരണമാണ് നിലവിലത്തെ സാഹചര്യത്തിൽ സ്ഥിരീകരിക്കുന്നത്. ഇപ്പോൾ മരിച്ചത് വയനാട് ബത്തേരി സ്വദേശിയാണ്. വയനാട് ബത്തേരി സ്വദേശിയായിട്ടുള്ള രതീഷാണ് മരിച്ചത്. ഇദ്ദേഹത്തിന് ലിവർ അസുഖബാധിതനായിരുന്നു, പ്രമേഹവും അലട്ടിയിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 2 ആഴ്ചയായി തുടർച്ചയായി ICUവിൽ തന്നെയായിരുന്നു ഇദ്ദേഹം കഴിഞ്ഞിരുന്നത്. അത്രമേൽ ആരോഗ്യാവസ്ഥ വളരെ മോശമായി തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എന്നോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു, ഇതിൽ 2 രോഗികളുടെ അവസ്ഥ, ആകെ ചികിത്സയിലുള്ള 10 പേരിൽ 2 പേരുടെ അവസ്ഥ വളരെ ഗുരുതരമായി തുടരുകയാണ് എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. അതിലൊരാളാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. അത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യമാണ്. കാസർഗോഡ് സ്വദേശിയും നിലവിലത്തെ സാഹചര്യത്തിൽ ഗുരുതരമായി തുടരുന്നുണ്ട്. ഇപ്പോൾ ചികിത്സയിൽ തുടരുന്നവരിൽ ഒരു കാസർഗോഡ് സ്വദേശിയുടെ നില കൂടി ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ഒരാൾ കൂടി അസുഖബാധിതനായി കോഴിക്കോട് ചികിത്സയിലുണ്ട് എന്നുള്ളതാണ്. ഇതോടുകൂടി ആകെ ഇപ്പോൾ കോഴിക്കോട് മാത്രം ചികിത്സയിലുള്ളവരുടെ എണ്ണം 10 മാറിയിരിക്കുകയാണ്. 10 പേർ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ ഇനി ഒരാളുടെ നില കൂടി അതീവ ഗുരുതരമായി തുടരുകയുമാണ്. നേരത്തെ 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ മരണമടക്കം പുറത്തു വന്നിരുന്നു. അങ്ങേയറ്റം വേദനയോട് കൂടിയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. ആരോഗ്യ വകുപ്പ് കഠിനമായിട്ടുള്ള പരിശ്രമങ്ങൾ ഈ അമീബിക് മസ്തിഷ്ക ജ്വരത്തെ പ്രതിരോധിക്കാൻ വേണ്ടി നടത്തുന്നുണ്ട്. കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക തുടങ്ങിയുള്ള ഈ പൊതുകുളങ്ങളിലെ കുളി ഒഴിവാക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളായി ജില്ലാ ഭരണകൂടം അടക്കം നൽകുകയും ആളുകളോട് അത് കർശനമായി പാലിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ നൽകുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിക്കുന്നത് സാഹചര്യം ഉണ്ടാവുന്നത്. പ്രിയ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ദീർഘകാലമായി ഈ പരിചരിക്കാതെ വരുന്ന കുളങ്ങളോ അല്ലെങ്കിൽ സ്വിമ്മിംഗ് പൂളുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലെ കുളി ഒഴിവാക്കുക. മൂക്കിലൂടെയാണ് ഈ വെള്ളം അകത്തേക്ക് കയറുമ്പോഴാണ് ഇത്തരത്തിൽ ഇത് വളരെ വേഗത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം പിടിപ്പെടാനുള്ള സാധ്യത ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ വിദഗ്ധരെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മതിയായ പരിചരണമില്ലാത്ത, കാലങ്ങളായി പരിചരിച്ചു പോരാത്ത കുളങ്ങളിലോ പൂളുകളിലോ ഒക്കെ ഇറങ്ങുന്നതിന് മുൻപ് കൃത്യമായി സുരക്ഷ ഉറപ്പുവരുത്തുക. ക്ലോറിനേറ്റ് ചെയ്ത ഇടങ്ങളിൽ മാത്രം ഇത്തരത്തിൽ കുളിക്കാനും മറ്റും ഇറങ്ങുക എന്നുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകി പോരുന്നത്. എന്തായാലും ഒരാളുടെ മരണം കൂടി സ്ഥിരീകരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ അത് വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി രതീഷിന്റെ മരണമാണ്. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.